താൻ ജീവനതുല്യം സ്നേഹിച്ച കാമുകനൊപ്പമുള്ള ജീവിതം സ്വപ്നം കണ്ടാണ് തിരുവനന്തപുരം അമ്പൂരിയിലെ രാഖി എന്ന യുവതി അന്ന് രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയത്. അയാൾക്കൊപ്പം നല്ലൊരു ദാമ്പത്യ ജീവിതം ആഗ്രഹിച്ചുള്ള ആ യാത്ര അന്ത്യയാത്രയാകുമെന്ന് അവൾ കരുതിയില്ല. കാമുകിയെ കൊന്ന് മൃതദേഹം മറവ് ചെയ്യാനുള്ള കുഴിവരെയും അയാൾ തയ്യാറാക്കി വെച്ചിരുന്നു. 2019 ജൂൺ 21 രാഖിയെ കാണാതായത്. പിന്നീട് ഒരു മാസത്തിന് ശേഷം കാമുകനായ അഖിലിന്റെ വീട്ടുവളപ്പിൽ നിന്ന് രാഖിയുടെ മൃതദേഹം കണ്ടെത്തുന്നു. 4 വർഷങ്ങൾക്ക് ശേഷം, അതായത് 2023 ജൂൺ 9 രാഖിയുടെ പിറന്നാൾ ദിനത്തിൽ അവൾക്ക് നീതി ലഭിച്ചു. രാഖിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കാമുകനും സഹായികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷ. എറണാകുളത്തെ സ്വകാര്യ കേബിൾ കമ്പനിയിലെ ജീവനക്കാരിയായിരുന്നു പൂവാർ തിരുപുറം സ്വദേശിനി രാഖി. 2019 ജൂൺ 18 എറണാകുളത്ത് നിന്ന് തിരുപുറത്തെ വീട്ടിലെത്തിയ രാഖി ജൂൺ 21 എറണാകുളത്തെ ജോലിസ്ഥലത്തേക്ക് തിരികെ മടങ്ങിയത്. ജോലിസ്ഥലത്തെത്തിയ ശേഷം പതിവായി ഫോൺ വിളിക്കാറുള്ള രാഖി അന്നേ ദിവസമോ അതിനുശേഷമോ വീട്ടുകാരെ ഫോണിൽ വിളിച്ചില്ല. വീട്ടുകാർ എറണാകുളത്തെ കമ്പനിയിൽ അന്വേഷിച്ചപ്പോൾ അവിടെ എത്തിയില്ലെന്നായിരുന്നു മറുപടി. ജൂൺ 21 ശേഷം രാഖി വാട്സാപ്പിൽ ഓൺലൈനിൽ വന്നിട്ടില്ലെന്നും വ്യക്തമായി. ഇതിനിടെ രാഖിയുടെ ഫോണിൽ നിന്ന് ഒരൊറ്റ തവണ വിളി വന്നിരുന്നു. പക്ഷേ ഒന്നും സംസാരിച്ചില്ല. ഇതും വീട്ടുകാരുടെ സംശയത്തിനിടയാക്കി. തുടർന്നാണ് രാഖിയുടെ അച്ഛൻ മകളെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി പൂവാർ പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ ആദ്യഘട്ടത്തിലെ പോലീസ് അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഒന്നും ഉണ്ടായില്ല. ഇതോടെ കുടുംബം ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തു. തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതോടെ കേരളത്തെ ഞെട്ടിച്ച കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നു. രാഖിയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അവസാനമായി യുവതിയുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ കണ്ടെത്തിയത് അമ്പൂരിയിലാണ്. ഇതോടെ അമ്പൂരി കേന്ദ്രീകരിച്ച് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. ഇതിനിടെയാണ് അമ്പൂരി തട്ടാമുക്ക് സ്വദേശിയും സൈനികനുമായ അഖിലസ് നായരുമായി രാഖിക്ക് അടുപ്പമുണ്ടായിരുന്നുവെന്ന വിവരം ലഭിച്ചത്. എന്നാൽ സൈനികനായ അഖിൽ ജൂൺ 27 ലഡാക്കിലെ ജോലിസ്ഥലത്തേക്ക് മടങ്ങിയെന്നായിരുന്നു വീട്ടുകാരുടെ മറുപടി. പക്ഷേ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അഖിൽ ജോലിസ്ഥലത്ത് എത്തിയിട്ടില്ലെന്ന് വ്യക്തമായി. ഇതിനിടെ അഖിലിന്റെ സഹോദരൻ രാഹുലിനെ കാണാതായതും സംശയത്തിനിടയാക്കി. ആഴ്ചകൾക്ക് മുൻപ് ശസ്ത്രക്രിയ കഴിഞ്ഞ് വീട്ടിൽ വിശ്രമിക്കുകയായിരുന്ന സുഹൃത്ത് ആദർശിനെ ദിവസങ്ങളോളം പോലീസ് സംഘം രഹസ്യമായി നിരീക്ഷിച്ചു. ഒടുവിൽ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് രാഖിയെ കൊലപ്പെടുത്തിയെന്നും മൃതദേഹം അഖിലിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീടിനോട് ചേർന്ന് കുഴിച്ചു മൂടിയെന്നും കണ്ടെത്തിയത്. സൈനികനായ അഖിലും രാഖിയും 6 വർഷത്തോളമായി പ്രണയത്തിലായിരുന്നു. എന്നാൽ 2019 മെയ് മാസത്തോടെ മറ്റൊരു യുവതിയുമായി അഖിലിന്റെ വിവാഹം ഉറപ്പിച്ചു. ഇതോടെ രാഖിയെ ഒഴിവാക്കാനായിരുന്നു ഇയാളുടെ ശ്രമം. പക്ഷെ അഖിലുമായി വിവാഹമുറപ്പിച്ച പെൺകുട്ടിയുടെ വീട്ടിലെത്തി രാഖി തങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് വെളിപ്പെടുത്തി. ഇതോടെ വിവാഹം മുടങ്ങി. തുടർന്നാണ് രാഖിയെ വകവരുത്താൻ അഖിലും സഹോദരനും തീരുമാനിച്ചത്. അങ്ങനെ ജൂൺ 18 അഖിലും സഹോദരൻ രാഹുലും മറ്റൊരു സുഹൃത്തും ചേർന്ന് കൊലപാതകം ആസൂത്രണം ചെയ്തു. 21 തീയതി വീട് കാണിക്കാമെന്ന് പറഞ്ഞ അഖിൽ രാഖിയെ കാറിൽ കയറ്റി നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിന് സമീപം എത്തിച്ചു. തുടർന്ന് കാറിൽ വെച്ച് അഖിലും രാഹുലും ചേർന്ന് രാഖിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ആദ്യം കാറിന്റെ സീറ്റ് ബെൽറ്റാണ് രാഖിയുടെ കഴുത്തിൽ മുറുക്കിയത്. തുടർന്ന് കയ്യിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് കയർ കഴുത്തിൽ മുറുക്കി മരണമുറപ്പിച്ചു. ഈ സമയം യുവതിയുടെ നിലവിളി ആരും കേൾക്കാതിരിക്കാൻ അഖിൽ കാറിന്റെ ആക്സിലേറ്ററിൽ കാലമർത്തി ശബ്ദമുണ്ടാക്കി. രാഖി മരിച്ചെന്ന് ഉറപ്പിച്ചതോടെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചുമാറ്റി പൂർണ്ണനഗ്നയായാണ് മൃതദേഹം കുഴിച്ചിട്ടത്. മൃതദേഹം വേഗത്തിൽ അഴുകാനായി വൻതോതിൽ ഉപ്പും വിതറി. മൃതദേഹം കുഴിച്ചിട്ട സ്ഥലത്ത് 2 കമുകിൻ തൈകളും നട്ടു. നിർമ്മാണത്തിലിരിക്കുന്ന വീടിനോട് ചേർന്നെടുത്ത കുഴിയിലാണ് രാഖിയുടെ മൃതദേഹം കുഴിച്ചിട്ടത്. വീടിന്റെ നിർമ്മാണം നടക്കുന്നതിനാൽ പുരയിടത്തിൽ കുഴിയെടുത്തതൊന്നും അയൽക്കാരിൽ സംശയമുണ്ടാക്കിയില്ല. കൊലപാതകം നടന്ന് 1 മാസത്തിന് ശേഷമാണ് രാഖിയുടെ മൃതദേഹം കണ്ടെടുത്തത്. കുഴിയിൽ വൻതോതിൽ ഉപ്പ് വിതറിയതിനാൽ മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു. രാഖിയെ കൊന്നു കുഴിച്ചിട്ട ശേഷം ലഡാക്കിലെ ജോലിസ്ഥലത്തേക്കെന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് പോയ അഖിൽ ഡൽഹിയിലാണ് തങ്ങിയത്. കൊലപാതകം പുറത്തറിഞ്ഞതോടെ രഹസ്യമായി നാട്ടിലേക്ക് മടങ്ങിയ ഇയാളെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കൊലയ്ക്ക് ശേഷം പാലക്കാട് ശ്രീകൃഷ്ണപുരത്താണ് പ്രതികൾ രാഖിയുടെ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചത്.
രാഖിയുടെ ബാഗ് മണ്ണാർക്കാട് KSRTC ബസ്സിലും ഉപേക്ഷിച്ചു. പ്രതികളുമായി നടത്തിയ തെളിവെടുപ്പിൽ ഇവയെല്ലാം പിന്നീട് കണ്ടെടുത്തു. ഒരു മിസ് കോൾ വഴിയാണ് അഖിലും രാഖിയും ആദ്യമായി പരിചയപ്പെട്ടത്. പിന്നീട് ഇത് പ്രണയമായി വളർന്നു. രാഖിയെ കാണാനായി അഖിൽ എറണാകുളത്ത് ഇടയ്ക്കിടെ വരുന്നതും പതിവായി. ഇതിനിടെ അഖിൽ രഹസ്യമായി രാഖിയെ താലി ചാർത്തിയിരുന്നു. രാഖിയുടെ മൃതദേഹത്തിൽ നിന്ന് താലിച്ചരട് കണ്ടെടുത്തോടെയാണ് ഇക്കാര്യം പുറത്തറിഞ്ഞത്. 2019 ഫെബ്രുവരി 15 എറണാകുളത്തെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് രാഖിയെ താലി ചാർത്തിയെന്നും തുടർന്ന് ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചെന്നും മൂന്നാം പ്രതി ആദർശിന്റെ മൊഴിയിലുണ്ട്. പക്ഷെ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അഖിൽ ഇക്കാര്യം നിഷേധിച്ചിരുന്നു. തന്നേക്കാൾ 5 വയസ്സ് പ്രായക്കൂടുതലുള്ളത് കൊണ്ടാണ് രാഖിയുമായുള്ള വിവാഹത്തിന് താൻ വിസമ്മതിച്ചതെന്നായിരുന്നു അഖിലിന്റെ മൊഴി. ഇതിനിടെയാണ് അന്തിയൂർ കോണത്തെ യുവതിയുമായി അഖിലിന്റെ വിവാഹം ഉറപ്പിച്ചത്. ഇക്കാര്യം അറിഞ്ഞതോടെ രാഖി അഖിലിനെ ഭീഷണിപ്പെടുത്തി. വിവാഹക്കാരിയുമായി മുന്നോട്ടു പോയാൽ പ്രണയത്തെക്കുറിച്ച് വെളിപ്പെടുത്തുമെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ നാണം കെടുത്തുമെന്നും രാഖി പറഞ്ഞു. 2019 മെയ് മാസത്തിൽ അഖിലും രാഹുലും അവളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും രാഖി വഴങ്ങിയില്ല. ഇതിനിടെ വിവാഹമുറപ്പിച്ച പെൺകുട്ടിയുടെ വീട്ടിലെത്തി രാഖി അഖിലുമായുള്ള പ്രണയത്തെക്കുറിച്ച് അറിയിക്കുകയും ചെയ്തു. ഇതോടെയാണ് അഖിലും സഹോദരൻ രാഹുലും ഇവരുടെ അയൽക്കാരനായ ആദർശൻ ചേർന്ന് കൊലപാതകം ആസൂത്രണം ചെയ്തത്. പിന്നീട് 4 വർഷങ്ങൾക്ക് ശേഷം, അതായത് 2023 ജൂൺ 9, അന്ന് രാഖിയുടെ പിറന്നാൾ ദിനമായിരുന്നു. അന്നേ ദിവസം കേസിൽ വിധി വന്നു. അവൾക്ക് നീതി ലഭിച്ചു. 2019 നടന്ന ദൃശ്യം മോഡൽ കൊലപാതകത്തിൽ സൈനികനായ അഖിൽ, സഹോദരൻ രാഹുൽ, ഇവരുടെ സുഹൃത്ത് ആദർശ് എന്നിവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ കോടതി 3 പേർക്കും ജീവപര്യന്തം തടവാണ് ശിക്ഷ വിധിച്ചത്. ജീവപര്യന്തത്തിന് പുറമെ പ്രതികൾ 4 ലക്ഷം രൂപ വീതം പിഴ ഒടുക്കണമെന്നും തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിട്ടു. ഒരു കുറ്റകൃത്യം ചെയ്ത് തെളിവുകൾ എങ്ങനെയൊക്കെ കുഴിച്ചു മൂടിയാലും ഒരിക്കൽ പിടിക്കപ്പെടുമെന്നാണ് രാഖി കൊലക്കേസും ഓർമ്മിപ്പിക്കുന്നത്.